ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശരിക്കും നല്ല മഴയുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതാണ് ഞാൻ റെയിൻ കോട്ട് ഇടാൻ കാരണം. ഇവിടെ കൂടുതലും ഭയങ്കര കാറ്റാണ് അടിക്കണം. നമുക്ക് മഴ പെയ്താലും സ്ട്രോങ് ആയിട്ടൊരു മഴ തരില്ല. നല്ല മഴ കാണും, പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ സ്ട്രോങ് മഴ ആയിരിക്കില്ല. പക്ഷെ ഭയങ്കര കാറ്റായിരിക്കും, നടക്കാനൊക്കെ അപ്പോൾ ഭയങ്കര പാടായിരിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ എനിക്കിന്ന് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു. ഇനി ഒരു അസൈൻമെൻറ്റും ഒരു ഡിസർട്ടേഷൻ വർക്കും കൂടെ എനിക്ക് മിച്ചമുള്ള. സെപ്റ്റംബർ ആകുമ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബറിൽ എൻ്റെ ക്ലാസ് കഴിയും. പിന്നെ നാളെ ഒരു അസൈൻമെൻറ്റ് സബ്മിഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അതുകൊണ്ട് ക്ലാസ്സൊക്കെ തീർന്നു, ബേസിക്കലി അടച്ചു. പക്ഷേ ഇന്നൊരു ഫോക്കസ് ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വച്ചിട്ടുണ്ട്. അപ്പോൾ പോയി ഞാൻ ഇതുവരെ ഫോക്കസ് ഗ്രൂപ്പിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലതായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ സൗണ്ട് എങ്ങനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞതുകൊണ്ട് ഞാൻ സിറ്റിയിലേക്ക് പോവുകയാണ്. അയ്യോ നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. എന്നെ കണ്ടാൽ കോമഡി ആയിട്ടില്ലേ? ഞാൻ സാധാരണ ഇത് ഇടൂല, പക്ഷേ നല്ല കാറ്റുണ്ട്, എനിക്ക് നല്ല തലവേദനയുണ്ട്. എനിക്ക് കൂട്ടാൻ വയ്യാത്തത് കാരണം ഞാൻ കിട്ടിപ്പോയി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കുറച്ചും കൂടെ മഴ കൂടി. അത് 1 മണിക്ക് വെതർ ഫോർകാസ്റ്റിൽ നല്ല ഹെവി റെയിൻ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് തെറ്റാറില്ല. അത് നോക്കിയാണ് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എന്താ ഏതാ എപ്പോഴാണ്. 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഭയങ്കര കാറ്റ് കാണിക്കുന്നുണ്ട്. 1 മണിക്ക് നല്ല മഴ. അപ്പം 1 തൊട്ട് 2-നകത്ത് വെച്ച് അടിപൊളിയായിട്ട് മഴ പെയ്യും. നന്നായി ഞാൻ റെയിൻകോട്ട് എടുത്തത്. സാധാരണ ഞാൻ ചിലപ്പോൾ മഴ ഉണ്ടെങ്കിലും എടുക്കാതെയൊക്കെ പോകാൻ നോക്കും. ഒരു വട്ടം ഞാനത് കൂടെ കടയിൽ പോയപ്പോൾ എനിക്ക് പിന്നെ അങ്ങ് നനയാൻ തോന്നി, കാരണം നന്നായിട്ട് മഴ പെയ്ത്. വീട്ടിലോട്ട് തിരിച്ച് പോകണേ നമ്മൾ നന്നായിട്ടൊരു ദിവസം നനഞ്ഞായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ എനിക്ക് കാറ്റാണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത. എന്തായാലും നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. ഒരു മണിക്കാണ് ഗൈസ് മീറ്റിംഗ്. പക്ഷേ ഇപ്പം 1 മണിയാവാൻ 2 മിനിറ്റൂടെ ഉള്ളൂ. ബസ് ആക്ച്വലി ഇന്ന് ലേറ്റ് ആയിരുന്നു. അത് കാരണം ഞാനും അവിടെ എത്താൻ ലേറ്റായി. ഇത് ഫ്രീ ബസ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനുള്ളതാണ്. ടൈമിങ് കാണിച്ചതെന്നും മഴയായിട്ടായിരിക്കും കുറച്ച് ലേറ്റായിപ്പോയി. അത് കാരണം ഇപ്പം ഞാൻ ലേറ്റായി. പിന്നെ അവർ ഒന്നും പറയൂല, കാരണം മഴയാണെന്ന് അവർക്കറിയാമല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റോഡിൽ കൂടെ വീഡിയോ എടുക്കാൻ നല്ല ടെൻഷനാണ്. ഞാൻ കോൺഷ്യസ് ആവും, പക്ഷെ ഞാൻ ശ്രമിക്കുകയാണ്. അടുത്തിടയ്ക്ക് ആൾക്കാർ പോകുന്നുണ്ട്, സൈക്കിൾ പോകുന്നുണ്ട്, വണ്ടി പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രമിക്കുവാണ്. ഇങ്ങനെ എടുക്കും, എങ്ങനെയായിരിക്കും. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ടെൻഷനാവും. ഇടയ്ക്കിടയ്ക്ക് പിന്നെ മൂഡ് പോവും. അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നാൽ ഒരു ബിൽഡിങ്ങിൽ കയറി ആ ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ അപ്പുറത്ത് ഈസിയായിട്ട് എത്താൻ പറ്റും. അയ്യോ, മഴ കുറഞ്ഞപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഊരി. ഇപ്പോൾ മഴ പിന്നെ കുറച്ച്. ഞാനൊന്ന് ജാക്കറ്റ് എടുത്ത് റെഡിയാക്കിക്കോട്ടെ. ബൈ. ബാക്ക് ടു ദ കോസ്റ്റ്യൂം. എനിക്ക് ശരിക്കും ഇങ്ങനെ ഇട്ടോട് നടക്കണം. എനിക്ക് എൻ്റെ കോമഡിയൊക്കെ തോന്നുന്നൊന്നും ഇടാം. അധികം തലയിൽ കൂടെ ഹൂഡിടാറില്ല. പക്ഷേ പിന്നെ ഇവിടുത്തെ ഫ്ലോറ് ഇങ്ങനത്തെ ആയ കാരണം മഴയാവുമ്പം ഫുട്പാത്തൊക്കെ സ്ലിപ്പറി ആയിരിക്കും. എപ്പോൾ വേണം ആരും കൂടെ കുറഞ്ഞ് വീഴാം. ഇപ്പോൾ വരണ വഴി തന്നെ ഞാനൊരു 4-5 വട്ടം മിനിമം വീഴാൻ പോയിട്ടുണ്ട്. ഞാനപ്പം ബിൽഡിങ്ങിലേക്ക് എത്തുവാണേ. ഞാൻ നോക്കട്ടെ അവിടെ എങ്ങനെയാണ്. ഞങ്ങൾക്കിപ്പം വീഡിയോ എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് നടക്കൂല. ഹലോ ഗൈസ്, ഞാൻ ബിൽഡിങ്ങിലെത്തി. നമുക്ക് 2nd ഫ്ലോറിലാണ് പോകേണ്ടത്. എത്ര പെട്ടെന്ന് നമുക്കപ്പോൾ പോകാം. ഞാൻ വീഡിയോ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം. അന്ന് പോക്കോട്ടെ. ബൈ ബൈ. ഹലോ, എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു ഗൈസ്. ഇത് ഫോക്കസ് ഗ്രൂപ്പ് മീറ്റിംഗ്. അതിവർ ഈ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഒരാൾ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരാളുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ചോദിക്കുന്ന പോലെ കുറച്ച് ഗ്രൂപ്പായിട്ട് ഇരുത്തി നമ്മളോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് ചോദിച്ചതെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ വരുന്ന സമയത്ത് ഡിഫിക്കൽട്ടി ചോദിച്ചു, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു, പ്രൊഫസേഴ്സിനെ പറ്റി, അങ്ങനെ പല പല ഡിസ്കഷൻസ് ആയിരുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് ഉറപ്പുണ്ട് ഇത് കാരണം നെക്സ്റ്റ് വരുന്ന പിള്ളേർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫേസ് ഒരുപാട് വരുമ്പോൾ കൺഫ്യൂസായി നിൽക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. പിന്നെ 3 പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് സംഭവം വീഡിയോ എടുക്കാൻ പറ്റി. അതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണം ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും എടുത്തുമില്ല.
സോ ഇടയ്ക്ക് കാണിച്ച 3 പേരാണ് എൻ്റെ പ്രൊഫസേഴ്സിൽ 3 പേര്. പിന്നെ എൻ്റെ ലാസ്റ്റ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അവസാനം ഞാൻ വീഡിയോ കാണിച്ചത്. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് അലർജി പ്രശ്നമുണ്ട്. അപ്പം ഡസ്റ്റ് അലർജിയാണ് ഉള്ളത് ആക്ച്വലി. ഇടയ്ക്കൊന്ന് പൊടി അടിച്ചപ്പം കൊണ്ട് പിന്നെയും കൂടി. നോർമൽ ഇവിടെ വന്ന ശേഷം എനിക്ക് നല്ല കുറവാണ് അലർജി. ഇവിടെ വന്ന ശേഷം എനിക്കങ്ങനെ വീട്ടിലാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഞാൻ കിടപ്പായിരിക്കും. ഇവിടെ വന്ന ശേഷം ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പം എന്തായാലും ഓക്കെയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള വീഡിയോ, കൂടുതലൊന്നും ആഡ് ചെയ്യാനില്ല. ഞാൻ എന്തായാലും ഇനി വീട്ടിലോട്ട് പോകുന്നു. ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോ ഞാൻ പിന്നെ വരാം. ഞാനിനി ഇതൊരു ഡെയിലി വ്ളോഗ് പോലെ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണേ. നിങ്ങൾക്ക് എനിക്കറിയാം എൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ പറയണുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവൈസ്ഡ് വേർഷൻ കൊണ്ടുവരുന്നതായിരിക്കും എൻ്റെ. അപ്പോൾ ഓക്കെ, അണ്ടിൽ നെക്സ്റ്റ് ടൈം.